ഈശോയിൽ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ജീസസ് യൂത്തിൻ്റെ ഭാരവാഹികളെ, നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ജീസസ് യൂത്ത് എന്ന സംഘടനയിൽ വളരെ കാര്യക്ഷമമായി ഭക്തിപൂർവം ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം യുവതീ യുവാക്കളുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. യുവാവായ യേശുവിനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവവചനത്തെയും ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെയും ഒരു വചനാധിഷ്ഠിത ജീവിതശൈലിയെയും പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ലോകമിന്ന് വളരെയേറെ വെല്ലുവിളികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് യുവതീ യുവാക്കളുടെ ഇടയിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവണതകളും ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു മാറി സുഖലോലുപതയിലും ലൗകിക മോഹങ്ങളിലും ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ അടിമത്തത്തിലും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ധൈര്യമുള്ള യുവതീ യുവാക്കളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിന് അവർക്കൊരു നേതൃത്വം കൊടുക്കുന്നത് ജീസസ് യൂത്ത് എന്ന ഈ പ്രസ്ഥാനമാണ്. ജീസസ് യൂത്തിലൂടെ ആയിരക്കണക്കിന് യുവതീ യുവാക്കൾ അവരുടെ കോളേജ് കാലഘട്ടത്തിലും തുടർന്നുള്ള അവരുടെ ജീവിതത്തിലുമെല്ലാം ധാരാളം നന്മകൾ, ദൈവാനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് യേശുവിനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടി നൈപുണ്യ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇവിടെയുള്ള ചാപ്പലും മറ്റുള്ള പ്രാർത്ഥനാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഇവരുടെ സ്ഥിരമായ മീറ്റിങ്ങുകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും മറ്റുള്ളവരോടുള്ള സംഭാഷണങ്ങളും പെരുമാറ്റ രീതികളൊക്കെയാണ് മാതൃകാപരമായി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. ഈ ജീസസ് യൂത്ത് അംഗങ്ങളെ ഞാൻ ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാലഘട്ടത്തിലെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിക്കുന്നു. ഇവരേറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വിജയകരമായിട്ട് തീരട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ വൈറസിൻ്റെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവവചനം ഡിജിറ്റൽ രൂപത്തിലും അവരുടെ ജീവിത മാതൃകയിലൂടെയൊക്കെ നൽകാൻ ശ്രമിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെ സർവശക്തനായിട്ടുള്ള ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരായിരിക്കുന്ന വിദ്യാലയങ്ങളിലും സമൂഹത്തിലും കുടുംബങ്ങളിലുമെല്ലാം ഇവരുടെ മാതൃക വഴി യേശുവിനെ മറ്റുള്ളവർ കൂടുതൽ അറിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, ഭക്തിപൂർവ്വം ജീവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ജീസസ് യൂത്തിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയും പ്രാർത്ഥന മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. നന്ദി. Good evening all. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള ക്ലീശ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം. ബിക്കോസ് എല്ലാവരും നല്ല കട്ട ടെൻഷനിലായിരിക്കും അല്ലേ. സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫാമിലി ആയാലും മാനേജ്മെൻറ്റ് ആയാലും എല്ലാവരും നല്ല ടെൻഷൻ മോഡലിലാണ്. അതിന് മറ്റൊരു റീസൺ വേണ്ടല്ലോ, എക്സാംസ് ആണല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ ഈ എക്സാംസിന് ഭയങ്കര ഹൊറിഫൈങ് തിങ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര ടെൻഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ടതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ലെവലിൽ നിന്ന് നമുക്കൊന്ന് ട്രക്ക് മാറ്റി പിടിച്ചാലോ? ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ. സോ യെസ്, ഈ ഒരു 3-day ജേർണി നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ലെവലിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്.
So I, Miss Maria George, Jesus Youth National Full-Timer, on behalf of Jesus Youth Family and Naibuni School of Management, officially invite you to the program Arise 2K21. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേജർ പ്രോബ്ലംസിൽ ഒന്ന് തന്നെയാണ് എക്സാം സ്ട്രെസ്. പെർഹാപ്സ് നമുക്ക് എക്സാം സിലബസ് അത്ര ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അല്ലേ, പക്ഷേ ഈ എക്സാം സ്ട്രെസ് ഡീൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സ്ഥിരമായിട്ട് എക്സാമിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളത് വിപിൻ ചേട്ടനാണ്. വിപിൻ ചേട്ടൻ്റെ കോളേജ് ലൈഫ് തൊട്ടേ ജീസസ് യൂത്തിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. സോ റൈറ്റ് നൗ ഹി ഈസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അറ്റ് എറണാകുളം. അപ്പോൾ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഓവർ ടു വിപിൻ ചേട്ടൻ. ഹായ് ഓൾ, നമസ്കാരം. ഞാൻ വിപിൻ റോൾഡൻ, സൈക്കോളജിസ്റ്റ് ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും സൺറൈസ് ഹോസ്പിറ്റലിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ റോൾഡൻ റെജുവിനേഷൻ എന്ന ഒരു മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോ ഇൻഫോ പാർക്കിനടുത്ത് കാക്കനാട് പ്രവർത്തിക്കുന്നുണ്ട്. കളമശ്ശേരിയിലും കാക്കനാടും പാലയിലുമായിട്ടുള്ള ഈ മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോയുടെ ഫൗണ്ടറാണ്, അവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കുന്നത് മനഃശാസ്ത്രത്തെക്കുറിച്ചല്ല, പക്ഷേ മനഃശാസ്ത്ര കേന്ദ്രീകൃതമായ ചില കാര്യങ്ങൾ നമ്മൾ നടന്നിരുന്നാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും നിങ്ങൾ ഇനി പിന്നീട് എഴുതാൻ പോകുന്ന മറ്റ് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ തക്ക രീതിയിലേക്ക് ചില പ്രയോജനപ്രദമായ ചില ചിന്തകൾ, ചില ആശയങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിടയിൽ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പല ക്ലാസ്സുകളിലേക്ക് പല കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഏതൊക്കെ തരത്തിലാണെങ്കിൽ പോലും നമുക്ക് എക്സാമിനെ കുറിച്ചുള്ള കൺസേൺസ് വരുമ്പോൾ പലപ്പോഴും ഒരു ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് വരാം. പരീക്ഷയെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ പരീക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ അലട്ടാത്തവരില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് അത് പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒട്ടനവധി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളൊക്കെയും പരീക്ഷാ പേടിയെ സംബന്ധിച്ചുള്ള പല കൺസേൺസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരാറുണ്ട്. ഒത്തിരി പരീക്ഷകൾ, നമ്മൾ അങ്ങനെ പറയാമല്ലോ, ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അത് പബ്ലിക് എക്സാം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള മെയിൻ എക്സാംസ്, ക്ലാസ് ടെസ്റ്റിനെ കുറിച്ച്, യൂണിറ്റ് ടെസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു നെഞ്ചെടുപ്പും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പരീക്ഷാ പേടിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തലങ്ങളിലും പലപ്പോഴുമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെ തന്നെ പലപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളുടെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15,000 to 60,000 തോട്ട്സ് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഏകദേശം ഒരു ധാരണ വരിക. ഈ 60,000 തോട്ട്സ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ കൂടുതലുണ്ടാകാം. ഈ 60,000 തോട്ട്സും വളരെ പോസിറ്റീവായിട്ടുള്ള, കൺസ്ട്രക്റ്റീവായിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ് എങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിനെസ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കും, സംശയമില്ലല്ലോ. പക്ഷേ ഈ 60,000 തോട്ട്സും നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിലോ, ഞാൻ ഓവർ തിങ്ക് ചെയ്ത് കൂടുതലായിട്ട് ചിന്തിച്ച് കാട് കയറി. ഒരിക്കലും ഒരു ക്ലയൻറ്റ് കൺസൾട്ടേഷന് ഞങ്ങളുടെ ബിഹേവിയർ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് കാട് കയറുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്ത് കാട് കയറുന്നതാണ്? അല്ല, ചിന്തിച്ച് കാട് കയറുന്ന സ്വഭാവമാണ്. അങ്ങനെ ചിന്തിച്ച് കാട് കയറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് പരീക്ഷയെ സംബന്ധിച്ച് പ്രത്യേകിച്ചാകാം. ചില ആൾക്കാർക്ക് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചായിരിക്കാം. പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു വിലയില്ലാത്ത രീതിയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ ഒന്നിനും കൊള്ളൂല്ല, എനിക്ക് കഴിവില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ തലയിൽ കയറില്ല, എനിക്ക് ഇനി പഠിച്ചാലും കാര്യമില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, മാത്രമല്ല എൻ്റെ വ്യക്തിത്വം വളരെ മോശമാണ്, എൻ്റെ സംസാരം മോശമാണ്, എൻ്റെ പ്രവർത്തികൾ മോശമാണ്, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല, തൂക്കമില്ല, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് പല തലത്തിലും നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ സ്വയം നിരീക്ഷിക്കുമ്പോഴും മനസ്സിലാവും, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നിരീക്ഷിക്കുമ്പോഴൊക്കെയും ഇത്തരത്തിലുള്ള പല ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് അറിയാം. ഈ 60,000 തോട്ട്സും നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ അങ്ങനെ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് എന്തുമാത്രം ബോറായിരിക്കും, എന്തുമാത്രം കഷ്ടമായിരിക്കും. എല്ലാ ദിവസവും സങ്കടങ്ങളും മൂഡ് സ്വിങ്സും, രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് വേറൊരു മൂഡ്, വൈകുന്നേരം വേറൊരു മൂഡ്, ഇൻ ബിറ്റ്വീൻ മൂഡുകൾ ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക്, സെൽഫ് ലവ് സീറോ ആയിക്കൊണ്ടിരിക്കുന്ന, സെൽഫ് അക്സെപ്റ്റൻസ് വളരെയധികം താഴെ പോയിക്കൊണ്ടിരിക്കുന്ന, സെൽഫ് വാല്യൂ ഇല്ലാണ്ട് തന്നെ ഇരിക്കപ്പെടുന്ന,
നമുക്കൊരു പക്ഷേ ജനറലി നമ്മൾ പറയുമ്പോൾ സൈക്കോളജിയിൽ പറയുന്ന അല്ല പേഴ്സണാലിറ്റി കോൺസെപ്റ്റുകൾ പറയുന്ന സെൽഫ് എസ്റ്റീം തീരെ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വവും പോകുന്നതെങ്കിൽ ഒരു സത്യം നമ്മൾ മറക്കരുത്, തിരിച്ചറിയണം. യു ആർ ബെറ്റർ ദാൻ യു തിങ്ക്. നിങ്ങൾ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കരാണ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ്. ലിമിറ്റിംഗ് ബിലീവ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് പലപ്പോഴും മാറുക. നമ്മൾ പലപ്പോഴും ലിമിറ്റിംഗ് ബിലീവ്സിലേക്ക് പെട്ടുപോകാറുണ്ട്. ആരെങ്കിലും നിന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ചില പരാജയങ്ങളോട് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ, ചില പരാജയങ്ങളിലേക്ക് നമ്മൾ അടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പലപ്പോഴും പല അവസ്ഥകളിലൂടെ നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുമ്പോഴേക്കും എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ള ചിന്താഗതികളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ 60,000 തോട്ട്സിൻ്റെ ട്രാക്കിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ റിസൾട്ടും എപ്പോഴും നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ആ ചിന്തകളിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് വരുത്തേണ്ടതുണ്ട്. ലൈഫ് സ്റ്റൈലിൽ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. കാരണം സത്യം അതല്ല, നമ്മൾ മോശമാണെന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ഒരു ശരിയായ കാര്യം എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അത് നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്നതാണ് സത്യം എന്ന് വിചാരിക്കുന്നെങ്കിൽ അതല്ല സത്യം. ഞാനതിനെക്കുറിച്ചാണ് പറഞ്ഞു വരിക. പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? യു ആർ ബെറ്റർ ദാൻ യു തിങ്ക്. ഐ ആം ബെറ്റർ ദാൻ ഐ തിങ്ക്. ഐ ആം കേപ്പബിൾ ദാൻ ഐ ബിലീവ്. എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ധാരണകൾ തെറ്റായ ധാരണകളായിട്ട് കിടക്കുമ്പോൾ എൻ്റെ പഠനത്തെക്കുറിച്ചും തെറ്റായ ധാരണകളും ചിന്തകളായിട്ട് കിടക്കും. അതുകൊണ്ട് പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിലും വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിലും ഓൾവേസ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓൾവേസ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ബെറ്റർ ദാൻ ഐ തിങ്ക്. ഐ ആം സ്മാർട്ടർ ദാൻ ഐ തിങ്ക്. I am capable than I think. I can do wonders than I think. ഈ ഒരു മൈൻഡ് സെറ്റിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതും ഒരു സൂചനയായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും അന്നത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്ര സുന്ദരമാണ്. കാരണം രാത്രി കിടക്കാൻ പോയി പിന്നെ രാവിലെ എണീക്കും നമുക്ക് ഉറപ്പില്ലാതെയാണ് നമ്മൾ ഓരോ ഉറക്കത്തിലേക്ക് പോകുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. എല്ലാം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേന്മയുടെ ഭാഗമായിട്ടൊന്നുമല്ല. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിലല്ല നമ്മൾ ജനിച്ചു വീണ അമ്മയുടെ ഉദരത്തിൽ നിന്നും നമ്മൾ ലോകത്തിലേക്ക് വന്നു. ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നൊരു മൈൻഡ് സെറ്റോടുകൂടി പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കും നമുക്കുണ്ടാവുക. ഒന്നിലും സംതൃപ്തി കണ്ടെത്താത്ത, ഒന്നിലും താല്പര്യമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് ഓടി ഒളിച്ചോളുക. കാരണം നമുക്ക് സെൽഫ് ലവ് തിരിച്ചു കൊണ്ടുവരണം, സെൽഫ് അക്സെപ്റ്റൻസ് തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ സെൽഫ് വാല്യൂ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാനിവിടെ ഒരു ആശയം ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഏതൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്നുകൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ സത്യത്തോട് ചേർന്നുകൊണ്ട്, ഈ ലോകത്തിൻ്റെ ഒരു ക്രിയേറ്ററോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് സറണ്ടർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു അഫർമേഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ഇപ്രകാരമാണ്: സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ജീവിതത്തിലെ നിങ്ങൾക്ക് തിക്താനുഭവങ്ങളായിട്ട് വരുന്ന ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളായിക്കോട്ടെ, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനിയും പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള അസ്വസ്ഥതകളായിക്കോട്ടെ, ഇനി പഠിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനേ പറ്റുന്നില്ല, കാരണം ഇനി പഠിച്ചിട്ട് കാര്യമില്ല, എങ്ങനത്തെ ഫീലിങ്സ് ആയിക്കോട്ടെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. ഐ റിപ്പീറ്റ്, സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്ന് ഉള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ആ സെൽഫ് ലവിൽ നിന്നും, കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്താൽ പ്രപഞ്ചത്തെ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ, ദൈവികമായ സത്യത്തെ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നാം തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ, നമ്മളെ ലവ് ചെയ്താൽ, നമ്മളെ വാല്യൂ ചെയ്താൽ ലോകം നമ്മളെ വാല്യൂ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സെൽഫ് ഡൗട്ടും അങ്ങ് മാറിയിട്ട് നമ്മൾ എന്ത് പഠിച്ചാലും നമുക്കുള്ളിലേക്ക് തന്നെ കൃത്യമായിട്ട് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ പഠനത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമുള്ള എക്സാമിനേഷൻ്റെ സക്സസിനെ സംബന്ധിച്ച്. കാരണം നമുക്ക് പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനുള്ളതാണെന്നുള്ള വിചാരധാര നമുക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനുള്ളതല്ല, വിജയിപ്പിക്കാനുള്ളതാണ്. വിതൗട്ട് എക്സാം ദർ ഇസ് നോ സക്സസ്. ഓട്ട മത്സരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, ഓട്ട മത്സരം നടത്താനോ അതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ, അതായത് ഓട്ട മത്സരമേ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇല്ല, ക്രിക്കറ്റ് ഗെയിം ഇല്ല, ആ കോമ്പറ്റീഷൻ തന്നെ ക്യാൻസൽ ചെയ്താൽ അതിനായിട്ട് എവിടെയാണ് സക്സസ് ഉള്ളത്? അവിടെ എക്സാമിനേഷൻ തോൽപ്പിക്കാനുള്ളതല്ല, വിജയത്തിലേക്ക് നയിക്കാനുള്ളതാണ്. അതിൽ തന്നെ എത്രയോ പരീക്ഷകൾ നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനിയും എത്ര എഴുതാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ ഘട്ടങ്ങളും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും, പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നമ്മൾക്ക് ഈ പരീക്ഷകൾ, ഇതിനു മുമ്പേ കടന്നു പോയിട്ടുള്ള ഒട്ടനവധി എക്സാംസിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിലേക്ക് നിങ്ങളെ തന്നെ ക്രമപ്പെടുത്താനുള്ള
ഒരു മൈൻഡ് സെറ്റിന് വേണ്ടി എക്സാമിനേഷൻ്റെ ശത്രുവല്ല, എക്സാമിനേഷൻ്റെ മിത്രമാണ്. എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ വിജയത്തിലേക്ക് എത്തിക്കാനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കാണ് വരേണ്ടത്. ഐ ആം ബെറ്റർ ദാൻ ഐ തിങ്ക്, അവിടെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി വെക്കാം. ഞാൻ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മേശപ്പുറത്തൊക്കെ എഴുതി വെക്കാം, നിങ്ങളുടെ മൊബൈലിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം. കാരണം നെഗറ്റീവ് തോട്ട്സിനെ മുഴുവനും മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് പോകാനായിട്ട് ദൈവികമായ സത്യത്തോട് ചേർന്നതുകൊണ്ട്, പ്രപഞ്ചത്തിലേക്ക് ചേർന്നതുകൊണ്ട്, ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൻ്റെ വാല്യൂ അനുഭവിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു സിസ്റ്റോടെ വന്നു കഴിയുമ്പോൾ ഈ പഠനം ദൈവത്തോട് ചേർന്നുള്ള പ്രവൃത്തിയാക്കി മാറ്റി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രക്രിയയിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദൈവികമായ സത്യത്തോട് ചേർന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചപ്പോൾ നമുക്ക് തീരെ അറിയില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായ ഇടപെടൽ, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം അല്ലെ സ്നേഹത്തിൻ്റെ ഒരു ദിവ്യമായ ഇടപെടലിലേക്ക് വന്നപ്പോഴേക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ചേഞ്ചസ് എൻ്റെ ലൈഫിലും എൻ്റെ പഠനത്തിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ പിന്നീട് ഒരുപാട് കുട്ടികളെ പഠനത്തിലുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന ചില ടെക്നിക്കൽ കാര്യങ്ങളുടെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഇനി വരാൻ പോകുന്ന ദിവസത്തിനെ സംബന്ധിച്ച് അടുത്തൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണ്ടത് ഇനി പഠിച്ചാലും വിജയിക്കാം എന്നുള്ളതാണ്. ഇതുവരെ പഠിച്ചില്ല എന്നുള്ള ചിന്തയിൽ, ഇനി എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ചിന്തയിലൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി പഠിച്ചാലും വിജയിക്കാം, ഇനി പഠിച്ചാലും എനിക്ക് വിജയിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് നമ്മളൊന്ന് ആക്ട് ചെയ്യേണ്ടത്. ഈ ചിന്തയിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു എന്താ പറയുക, സടകുടഞ്ഞ് എണീക്കപ്പെടുന്ന ഒരു പ്രകൃതി നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി, നിങ്ങളുടെ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി, നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് ക്ലിയറാക്കി, ബെഡ് കിടന്നും അല്ല ബെഡ് ചരിഞ്ഞിരുന്നും ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ മാറിയിട്ട് ഏതെങ്കിലും രീതിയിൽ കസേരയോ സ്റ്റൂളോ മേശയോ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ടേബിളും ചെയറും ഒക്കെ ആയിട്ട് ഇരുന്നൊരു പഠനാന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ മാനേജ്മെൻറ്റ് വേണം. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ മൊബൈൽ ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇത് ഫുൾ ടൈം നോക്കിക്കൊണ്ട് വാട്സാപ്പ് കുത്തിക്കൊണ്ടിരുന്നുകൊണ്ട് പഠനത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നവരോ, ഇതിൽ പ്രണയക്കിടയിലോ അല്ലെങ്കിൽ പ്രണയ താല്പര്യങ്ങളിലോ ഒക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് അവരോടൊക്കെ പറയുക, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ഒരു അവധി എടുക്കുന്ന നല്ലതാണ്, ലീവ് എടുക്കുന്ന നല്ലതാണ്, നോമ്പെടുക്കുന്ന നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് ഇപ്പോൾ അക്കാഡമിക്സിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാനേജ് ചെയ്യണം. TV ആയിക്കോട്ടെ, പ്ലേ സ്റ്റേഷൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിൽ PUBG ആയിക്കോട്ടെ, PUBG ആയിക്കോട്ടെ, എനിക്കറിയില്ല, നിങ്ങൾ ഏതൊക്കെ ഗെയിം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം എക്സാമിനേഷൻ ചോദിക്കാൻ മതി. അതുകൊണ്ട് ഇതിനോടെല്ലാം താൽക്കാലികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒക്കെ വിടവാങ്ങി അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിനേഷന് ഓരോ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഗ്രേഡിലേക്കാണ് എത്തേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ആ പേപ്പറൊക്കെ നിങ്ങളുടെ പഠന മുറിയിൽ അല്ലെങ്കിൽ സപ്പോസ് ഭിത്തിയോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഭിത്തിയിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് എടുത്ത് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് രീതിയിലേക്കൊരു ഒബ്ജക്റ്റീവ് സെറ്റായി കഴിഞ്ഞു. ഇതിനനുസൃതമായ രീതിയിൽ ടൈം ക്രമീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം ക്രമീകരിക്കുക എന്നുള്ളത് പറയുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours നമുക്കുള്ളൂ. ആരൊക്കെ നോക്കിയാലും 24 hours ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് ആയിക്കോട്ടെ, കേരള ചീഫ് മിനിസ്റ്റർക്ക് ആയിക്കോട്ടെ, അത് വിരാട് കോഹ്ലിക്ക് ആയിക്കോട്ടെ, സച്ചിൻ തെണ്ടുൽക്കർക്ക് ആയിക്കോട്ടെ, മെസ്സിക്ക് ആയിക്കോട്ടെ, റൊണാൾഡോയ്ക്ക് ആയിക്കോട്ടെ, എല്ലാവർക്കും 24 hours ഉള്ളൂ. അവരവരുടെ ഫീൽഡിൽ ആ 24 hours എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫീൽഡിൽ, നമ്മുടെ ഫീൽഡിൽ, പഠനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ജോലിയിൽ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഉറക്കം കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെ ക്രമീകരിക്കണം? മിനിമം നമുക്കൊരു 6-6.5 മണിക്കൂറെങ്കിലും ഉറങ്ങി. 6 മണിക്കൂർ കുറവാകാൻ പാടില്ല, 8 മണിക്കൂർ കൂടാൻ പാടില്ല ഉറക്കം. അതുപോലെ തന്നെ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്ന പല ആൾക്കാർ ഈ മോഡേൺ ട്രെൻഡൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴോ എണീക്കുന്നു, കിട്ടുന്ന എന്തൊക്കെയോ കഴിക്കുന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ബ്രെയിനിന് ഫുഡ് കിട്ടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനത്തെ രീതിയിലേക്ക് ക്രമീകരിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. പഠനത്തിന് വേണ്ടി പരീക്ഷയ്ക്കൊണ്ട് ഒരുങ്ങുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് സിപ്പ് ചെയ്ത് കുടിക്കുക. ചിലർക്ക് 3 ലിറ്ററോ 4 ലിറ്ററോ ഒക്കെ കുടിക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല. ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നൊരവസ്ഥ വേണം. അപ്പോൾ ഭക്ഷണക്രമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടൈം ടേബിൾ തന്നെ ഇനി എത്ര ദിവസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ 24 hours എത്ര സമയം നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. 40 minutes മുതൽ 45 minutes ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് സ്കൂളിലൊക്കെ പീരീഡുകൾ പോകുന്നത്. ചില കോളേജിലൊക്കെ 1 hour ഒക്കെ പീരീഡാണ് പോകുക. ഡിപ്പെൻസ്. 40 minutes ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും 45 ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം, 1 hour എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇത് കഴിഞ്ഞൊരു 5 minute ബ്രേക്ക് ഇടണം. 5 minute ബ്രേക്ക് ഒരു കാരണവശാലും 10 minute ബ്രേക്ക് ആകരുത്. കാരണം വെച്ചാൽ നമ്മുടെ തോട്ട് മാറിപ്പോകും. പഠനത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ലഞ്ചിൻ്റെ ടൈമൊക്കെ ബ്രേക്ക് എടുക്കാം, 1/2 hour ബ്രേക്ക് ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ വരെ 1/2 hour ബ്രേക്കേ പറ്റുള്ളൂ. അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മൾ പഠനത്തിലേക്കും പരീക്ഷയിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് പരമാവധി ബ്രേക്ക് കുറഞ്ഞിട്ട് ഈ ഒരു ട്രെൻഡിൽ കണക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റോ ഫുട്ബോളോ എന്തെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് കാണുന്നൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ആ സമയമാകുമ്പോൾ അടുത്ത വീണ്ടും അത് കാണാൻ തോന്നും. സിനിമ കാണുന്ന ആളാണെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ രാത്രിയിലാണ് കാണുന്നെങ്കിൽ ആ ടൈം വീണ്ടും നമുക്ക് കാണാൻ തോന്നും. ഇത് ആ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതിലേക്ക് ട്യൂൺഡ് ആയിട്ട് വരുന്നതാണ്. ബ്രെയിൻ ലേൺസ് ഫാസ്റ്റർ എന്നാണ് തിയറി. ബ്രെയിൻ ആ സമയമാകുമ്പോൾ നമുക്ക് വെറുതെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ചെറിയൊരു അഡിക്റ്റീവ് നേച്ചറിലേക്ക് അത് കണക്ട് ചെയ്യും. ചിലർക്കൊക്കെ നല്ല അഡിക്ഷൻ ഉണ്ടാവും, മൊബൈലിലും പ്ലേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ ആയിട്ട് അഡിക്ഷൻ ഉണ്ടാവും. അവർ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ല പരീക്ഷയിൽ അതിസമ്പന്നമായ വിജയത്തിലേക്കല്ല, അതീവ ദയനീയമായ പരാജയത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വീണ്ടും ഒന്നേന്നൊക്കെ തുടങ്ങണം, വീണ്ടും പരീക്ഷ എഴുതണം, സപ്ലി അടിക്കണം. സപ്ലി മാനേജ്മെൻറ്റ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്തായാലും നിങ്ങളെക്കൂടെ പറ്റില്ല എന്നുള്ള തോന്നൽ മാറ്റിയിട്ട് സമയത്തെ ക്രമീകരിച്ച് 40 മിനിറ്റ്സ് 45 മിനിറ്റ്സിൻ്റെയൊക്കെ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി അവിടെ കൃത്യമായി പഠിക്കാനുള്ള ക്രമീകരണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ പഠിക്കണം? പഠനമേശയിൽ നിങ്ങൾ പാഠപുസ്തകത്തിനൊപ്പം തന്നെ ഒരു റഫ് ബുക്ക് കൂടി എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ചില കീ വേർഡ്സ് ഒക്കെ എഴുതാനും കീ പോയിന്റ്സ് ഒക്കെ എഴുതാനൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് അക്കാഡമിക് ആംഗിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജനറലി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠന പ്രക്രിയയിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അക്വിസിഷൻ, റിട്ടൻഷൻ ആൻഡ് റിട്രീവൽ. എന്താണ് അക്വിസിഷൻ? ഹൗ ടു അക്വയർ നോളജ്. നമ്മളിലേക്ക് എങ്ങനെയാണ് നോളജ് ബിൽഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നിലനിർത്തുന്നത്, എങ്ങനെയാണ് പരീക്ഷ സമയത്ത് തക്ക സമയത്ത് എടുക്കുന്നത്. നല്ല ടെൻഷനുള്ള ആൾക്കാർക്ക് ടെൻഷൻസ് ഉള്ള കാര്യത്തിൽ എത്രമാത്രം പഠിച്ചാൽ അവർക്ക് പരീക്ഷ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്നത് കൃത്യമായിട്ട് തലയിലേക്ക് കയറാവുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ചാപ്റ്റർ വായിക്കാനുണ്ട്, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പഠിക്കാനുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് സ്പീഡ് റീഡിംഗ് ആണ് ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 1 ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കുക. സ്പീഡ് റീഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്പർ 2 നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോസ്റ്റലാണെങ്കിൽ പറ്റില്ല. ഇപ്പോൾ ഹോസ്റ്റലൊന്നും ഇല്ലല്ലോ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ നിങ്ങൾ കേൾക്കാവുന്ന രീതിയിൽ ഓഡിറ്ററി ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് ഉറക്ക വായിക്കുന്നതാണ് അതിൻ്റെ 2ാമത്തെ തലം. 3ാമത്തേത് സ്ലോ റീഡിംഗ് ആണ്. സെയിം പാറ്റേൺ തന്നെ, സെയിം പാരഗ്രാഫ് തന്നെയാണ് ഞാൻ പറയുന്നത്, അല്ല സെയിം ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് പറയുക. സ്ലോ റീഡിംഗ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കീവേഡ്സ്. ഓരോ പാരഗ്രാഫിലുള്ള പ്രധാനപ്പെട്ട കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന റഫ് ബുക്കിലൊക്കെ ഒന്ന് എഴുതി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്നതാണ് അടുത്ത ഘട്ടം. 4ാമതൊരു ഘട്ടമുണ്ട്. ഈ കീവേഡ്സ് വെച്ചുകൊണ്ട് എനിക്ക് ആ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഏകദേശം ഒന്ന് ചാനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. പരീക്ഷാക്കാലമാകുമ്പോൾ ഞാനിത് നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇനി അടുത്ത കോഴ്സൊക്കെ പഠിക്കാകുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കീവേഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരവും കൂടെ എഴുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഇത്രമാത്രം കാര്യങ്ങളോട് വരുമ്പോഴാണ് അക്വയറിംഗ് ദ നോളജ്. അത് വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്താണ് റിട്ടൻഷൻ കിട്ടുക. അതിന് നമുക്കൊരു ഫോളോ അപ്പും വേണം. ഇന്ന് പഠിച്ച് തീർത്ത സാധനം നമുക്കൊരു പക്ഷേ നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഒന്ന് റിവ്യൂ അല്ല റിവിഷൻ എടുത്തും കൂടെ കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് റിട്ടൻഷൻ ആവുക. പച്ചവെള്ളം പോലെ പഠിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഫുൾ ഏതുറക്കത്തിൽ നിന്ന് ചോദിച്ചാലും പഠിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ സംഭവിക്കുക. മറ്റേത് ഓടിച്ചോടിച്ച് വിടുമ്പോൾ നമ്മൾ കുറേ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും നമ്മളത് പൂർണ്ണമായിട്ടുണ്ടാവില്ല, പഠിച്ചു തീർത്തിട്ടുണ്ടാവില്ല, അതൊരു കാരണവശാലും അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല എന്നതും പൂർണ്ണമായി അറിയണം. അപ്പോൾ ഇതെന്താണ്, ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് പഠനത്തിൻ്റെ രീതിയിലേക്ക് വന്നു ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പുകളും റിവ്യൂസൊക്കെ എടുത്താണ് പോവുക. ഇതിനിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ പഠനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഒരു റഫ് ബുക്കിൻ്റെ കൂടെ ഒരു അഡീഷണൽ ബുക്ക് കൂടെ എടുക്കുക. ഈ ബുക്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓർക്കുക, അയ്യോ അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. ഉടനെ നമ്മൾ ഫോൺ എടുത്ത് വിളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ പോകും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നാൽ ഈ അഡീഷണൽ ബുക്കിൽ തോട്ട്സ് നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ നിങ്ങൾ ഈ കണ്ടന്റ് എഴുതിയിടുക. പഠിക്കുന്ന സമയത്ത് സപ്പോസ് ചില തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ ചെയ്യണം തോന്നിയാൽ അക്കാഡമിക് ടൈമിൽ അത് ചെയ്യരുത്. അത് ഉടനെ ഉള്ള 5 മിനിറ്റ് ബ്രേക്കിലും അത് ചെയ്യരുത്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് തിരിച്ചു വിളിക്കാം, പക്ഷേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ലഞ്ചിൻ്റെ ഒരു ബ്രേക്കിലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബ്രേക്കുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പഠന സമയത്തേക്ക് വന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തത് അതൊക്കെ നിങ്ങൾക്കൊന്ന് ആ സമയത്ത് തിരിച്ചു വിളിക്കുകയോ, ചിലപ്പോൾ പലപ്പോഴും നോക്കുമ്പോൾ പല തോട്ട്സും ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്ഷൻ തോട്ട്സ് വരുന്നതേ ഈ തോട്ട്സ് നോട്ട് എന്ന് പറഞ്ഞ ബുക്കിലേക്ക് എഴുതി വെച്ച് പോകുന്നതും നമ്മുടെ തോട്ട്സിനെയൊക്കെ ബാലൻസ് ചെയ്യാനും സെറ്റ് ചെയ്യാനായിട്ട് ഉപകാരമാകും. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാനേജ് ചെയ്യാം, കോൺസെൻട്രേഷൻ ആൻഡ് ഇഷ്യൂസ് വരുന്നതൊക്കെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇപ്രകാരം സക്സസ്ഫുള്ളായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിഷ്വലൈസേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വിഷ്വലൈസേഷൻ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേടി മാറാനായിട്ട് എക്സാമിനേഷനെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് അതിന്മേൽ ഇടപെടുന്നതായിട്ട് കണ്ടുകൊണ്ട് ആത്മീയമായൊരു ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഫീൽ ചെയ്തുകൊണ്ട് പഠിക്കുക, പരീക്ഷ എഴുതാനായിട്ട് പോവുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പരീക്ഷാ ഹോളൊക്കെ ദൈവികമായ ശക്തിയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ സാമീപ്യത്താലൊക്കെ നമ്മൾ എഴുതുന്ന വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പരീക്ഷാ ദിവസം തന്നെ നിങ്ങൾ അങ്ങനെ പോവുക. പരീക്ഷാ ഹോളിൽ ആ ഫീൽ അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതുക. ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ദൈവിക തേജസ്സിനാൽ അല്ല ഒരു ആത്മീയമായ ഉണർവിനാൽ നമുക്ക് പൂർണ്ണമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലിൽ നിന്നുകൊണ്ടാണ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ റീസെൻ്റ്ലി നടന്നിട്ടുള്ള JEE മെയിൻ എക്സാമിനേഷനിൽ പങ്കെടുത്തൊരു വിദ്യാർത്ഥി പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പരീക്ഷാ ഹാളിലേക്ക് പോയി. സാധാരണ എനിക്ക് വലിയ ടെൻഷൻ വരുന്നതാണ്. പരീക്ഷാ ഹാളിന് പുറത്ത് ചെന്നപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഫ്രണ്ട്സിനോടൊന്നും അധികം ചാറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. കാരണം അവരെന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് എന്നിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി പരീക്ഷാ ഹാൾ മുഴുവൻ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് പോയിരുന്നത്. എൻ്റെ മനസ്സിൽ യാതൊരു ഭയാശങ്കകളും ഉണ്ടായില്ല. കാരണം ഈ എക്സാമിനേഷൻ ദൈവം എനിക്ക് തന്ന ഒരു ഫീലിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു മോഡിൽ നിന്നുകൊണ്ട് പരീക്ഷ എഴുതിയപ്പോൾ എൻ്റെ പല ട്രയൽ ടെസ്റ്റിനും മോഡൽ ടെസ്റ്റിനും എഴുതിയതിനേക്കാൾ സൂപ്പറായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എനിക്ക് എഴുതാനും സാധിച്ചു. ഞാൻ നല്ല ഹാപ്പിയാണ്. റിസൾട്ട് പോസിറ്റീവായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ റിസൾട്ട് വരാൻ പോകുന്നുള്ളൂ. JEE മെയിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ മറ്റൊരു അവസരത്തിലാണ് കാണുന്നതെങ്കിൽ എന്തായാലും 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നു. പക്ഷേ വാട്ടെവർ ഇറ്റ് ഈസ്, ഇപ്പോൾ എക്സാം എഴുതിയതിൻ്റെ തലത്തിൽ അത് തലേ ദിവസം വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന ആളാണ്. അവസാന ദിവസത്തെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തൊരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത സമയത്തുണ്ടായ എക്സ്പീരിയൻസ് ആണ് പറയുക. പ്രിയപ്പെട്ടവരെ, യു ആർ ബെറ്റർ ദാൻ യു തിങ്ക്. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പരീക്ഷയിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് ഇങ്ങനെ പറയണം, സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഉജ്ജ്വലമായ വിജയത്തിലേക്ക് പോകാനുള്ള അവകാശം എനിക്കുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ നല്ല ദിവസങ്ങളിലൂടെ നല്ല ചിന്തകളിലൂടെ കടന്നു പോകാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു ഉന്നതമായ ഒരവസ്ഥയിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് നന്ദി പറയണം, കോളേജിന് നന്ദി പറയണം, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ നിങ്ങൾ കടന്നു വന്ന എല്ലാ വഴികളിലും നന്ദി പറയണം. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അങ്ങ് ഒരുങ്ങി സധൈര്യം മനസ്സിനെ പൂർണ്ണമായിട്ട് അതിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളുക. പൂർണ്ണ വിജയം നമ്മൾക്ക് സ്വന്തമാക്കാനുള്ള അവസരങ്ങളിലൂടെ തന്നെ നമ്മുടെ ജീവിതം കടന്നു പോവുക തന്നെ ചെയ്യും. അതിലേക്ക് കടന്നു പോകാനും എല്ലാ രീതിയിലുള്ള വിജയങ്ങൾ നേടാനായിട്ടും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ബെസ്റ്റ് വിഷസ്. സൈനിങ് ഓഫ്, വിപിൻ റോൾഡൻ വിത്ത് യു. എല്ലാ ലെവലിലും നിങ്ങളുടെ ജീവിത വിജയത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് വിപിൻ ചേട്ടാ. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നല്ലേ ആ ഒരു സെഷൻ. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അതിൽ ഐ മച്ച് മോർ കേപ്പബിൾ ദൻ ഐ തിങ്ക് എന്ന ഒരു ചേട്ടൻ്റെ ഒരു പോയിന്റ് ആയിരുന്നു അല്ലേ? അല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ? അങ്ങനെ സംശയമുള്ളവർക്ക് ഒരു കുഞ്ഞ് ടാസ്ക് ഞാൻ തരാണ്. നിങ്ങളൊരു പേപ്പറും പെന്നും എടുക്കുക. ഓക്കെ, അതിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം സർക്കിൾസ് അത് എത്രയാണോ നമ്പർ അത് നിങ്ങൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിലൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1 മിനിറ്റ് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നിങ്ങൾ വട്ടം വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് അവസാനം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക. ആ കൗണ്ട് നിങ്ങൾ ആ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പവർ എത്രത്തോളം ഉണ്ടാവുന്നു. ഓക്കെ, സോ meanwhile we'll have a short video and we'll be right back. When troubles come and my heart burdened be, then I am still and wait here in the silence until you come and sit a while with me. You raise me up
stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up to more than I can be. സോ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായോ? അതിലൊരു കുഞ്ഞു മെസ്സേജ് ആയിരുന്നല്ലേ, ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നൊരു സ്മോൾ വീഡിയോ അല്ലേ. നമ്മൾ എന്തൊക്കെ കഴിവുണ്ട്, എത്ര കേപ്പബിൾ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചില സമയത്തേക്ക് നമ്മളൊന്ന് പാളിപ്പോവും അല്ലേ. ചില സമയത്ത് നമ്മൾ ചില വീക്ക്നെസ്സുകളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ. അതിനൊരു ഡിഫറെൻറ്റ് മെസ്സേജ് തന്നെ, അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ മാറ്റിമറിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ അങ്ങനെ ഒരു അപ്പൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വരുന്നത് സച്ചിൻ ചേട്ടനാണ്. സച്ചിൻ ചേട്ടൻ ട്രിവാൻഡ്രം CCTൻ്റെ കോർഡിനേറ്ററാണ്. സോ ഓവർ ടു ഹിം. പ്രൈസ് ഗോഡ്. ലൈഫിൽ അങ്ങനെ ഒത്തിരി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് പേരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുവാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഭീകരമായ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത്ര ശാന്തമായിട്ട് ഈ ഒരു ഓൺലൈൻ റിട്രീറ്റിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു ശരാശരി വിദ്യാർത്ഥികളാണെന്ന് പറയാം അല്ലേ.
അപ്പൊ ഈ ഒരു ശരാശരി ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ അവന്റെ പഠനം കഴിയുന്നത് വരെ അല്ലെങ്കിൽ അവളുടെ പഠനം കഴിയുന്നത് വരെയുള്ള ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എക്സാം ആയിരിക്കും അല്ലെ. പരീക്ഷകൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭീകര സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നില്ല പരീക്ഷയെ കൂളായിട്ട് ഭയങ്കര ലാഘവത്തോടെ ജയിച്ചു കയറിയ ആൾക്കാരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിച്ചു കയറുക ഇൻ ദ സെൻസ് ആ പരീക്ഷകളെ എത്ര ലാഘവത്തോടെ കണ്ട് പരീക്ഷ ഒന്നൊരു ടെൻഷനേ അല്ല എന്നുള്ള രീതിയിൽ കടന്നുപോയ അധികം പേര് ഉണ്ടാവും തോന്നുന്നില്ല. സോക്കോൾഡ് നമ്മുടെ ഉഴപ്പൻ പഠിപ്പി ട്രോളുകളിലൊക്കെ ഈ ഉഴപ്പന്മാരിങ്ങനെ പരീക്ഷയെ ഭയങ്കര ലാഘവത്തോടെ എടുക്കും എന്നൊക്കെ പറഞ്ഞാലും കാര്യത്തോടെ എടുക്കുമ്പോൾ എക്സാം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുട്ടിടിക്കാറുണ്ടല്ലേ. നമ്മുടെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു വൻ പ്രശ്നം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമായിട്ട് എക്സാം പലപ്പോഴും മാറാറുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിനൊരു ഹോബി ഉണ്ട്. അതായത് ഒരു പ്രശ്നം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്ത് പോകാൻ പല വഴികളുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തിൽ നടുക്കൂടെ നല്ല മാസ് ബീജം ഒക്കെ ഇട്ട് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് കർത്താവിന്റെ ഹോബി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ അവരാ കടന്നു വന്ന മാപ്പൊക്കെ എടുത്ത് നോക്കി, ജോഗ്രഫി പഠിപ്പിക്കണമെന്ന് ചോദിക്കരുത്, ആ മാപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ കടലിൽ കൂടെ അല്ലാതെ അവരെ സാവധാനം മരുഭൂമി കൂടെ നടത്തിക്കൊണ്ട് വരാൻ വഴികളൊക്കെ ഉണ്ട്, വഴിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ കർത്താവിന്റെ വാശിയാണ് ഇവരെ കടലിന് മുമ്പിൽ കൊണ്ടു നിർത്തണം. അപ്പൊ കടലിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ഈ പരീക്ഷയുടെ മുമ്പിൽ പെടുന്ന പോലെ എല്ലാം തീർന്നു, ലൈഫ് തീർന്നു, ഇനി അങ്ങോട്ടൊന്നും നടക്കില്ല, തോറ്റു അല്ലെങ്കിൽ എന്നവർ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ പിടിക്കാമെന്നവർ ഇവിടെ ഇവര് തീർന്നു, ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ ആ കടല് പിളർന്ന് അതിന് നടുക്കൂടെ എന്താ പറയുക നമ്മുടെ സിനിമയിലെ നായകന്മാര് സ്റ്റണ്ട് കഴിഞ്ഞിട്ട് നടന്നു വരുന്ന പോലെ മാസമായിട്ട് ഇസ്രായേൽക്കാരെ കൊണ്ടുപോകുന്നൊരു കർത്താവുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ലൈഫില് സ്ട്രഗിൾസിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയും അങ്ങനെ ഒരു സ്ട്രഗിൾ ആണെങ്കിൽ ആ സ്ട്രഗിളിലൂടെ മാസമായിട്ട് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതൊക്കെ പറയുന്നത് ഞാനും പരീക്ഷ ഭയങ്കര ഭീതിയോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം പരീക്ഷ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാലിന് അടിയിൽ നിന്നൊരു തരിപ്പ് ഇങ്ങനെ കയറും. സർപ്രൈസ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ കൂടി വേണ്ട. അപ്പോൾ എൻ്റെ വീട് കാസർഗോഡാണ്. ഞാൻ +2 വരെ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ വന്ന് ചേർന്നു. BA എക്കണോമിക്സ് ആയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് സയൻസിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്ക് മാറിയത്. അപ്പോൾ വരുമ്പം കുറച്ച് പ്രതീക്ഷകളുണ്ട്. ഒന്ന് കോളേജാണ്, നമ്മൾ സിനിമകളിലൊക്കെ കണ്ട കോളേജ് ലൈഫാണ്, നമ്മൾ ക്ലാസ്മേറ്റ് മൂവിയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ ഇതുപോലെ ക്യാമ്പസ് മൂവികളൊക്കെ കണ്ടിട്ടാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ +2 സയൻസ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇക്വേഷൻസും ഫോർമുലാസും ഡെറിവേഷൻസും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഭയങ്കര കൂളായിട്ട് പകുതി സമയത്ത് ക്ലാസ് ഇല്ല, ക്ലാസ് ഉള്ളപ്പോൾ തന്നെ ഇവർ ഭയങ്കര ജോളിയായിട്ട് പഠിക്കുന്നു, ഇങ്ങനെ തിമിർത്ത് കളിച്ച് നടക്കുന്നു. അപ്പൊ ഹ്യൂമാനിറ്റീസ് പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്നാണ് വിചാരം. പക്ഷെ ഞാൻ ഈ കോളേജിലേക്ക് വന്ന 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് ഇല്ലാതായിപ്പോയി. കാരണം ഒന്നാമത് അത് സെന്റ് തോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന ഞങ്ങളുടെ ബാച്ചാണ് കോളേജിന്റെ ഒരു 10-20 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫുൾ ഡേ യൂണിഫോം ഇടുന്ന വരുന്നത്. പിന്നെ ഈ അറ്റൻഡൻസ് 5 മിനിറ്റ് ക്ലാസ് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ 5 മിനിറ്റ് വൈകി വന്നാൽ ഒരു ഹാഫ് ഡേ അറ്റൻഡൻസ് ഇങ്ങനെ തുടങ്ങുന്ന കുറേ നിയമങ്ങളെല്ലാം കൂടെ എത്തിക്കും. ഈ ക്യാമ്പസ് ലൈഫിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു കളർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നൊരു കാര്യം തീർച്ചയായും. ഹോസ്റ്റലിലാണെങ്കിലും സെന്റ് തോമസിൽ ഞാൻ നിന്ന ഹോസ്റ്റലിൽ വൈകിട്ട് ഒരു 6:30 കൃത്യം 6:30 ബെല്ലടിക്കുമ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലുണ്ടാവണം. പിന്നീട് നമുക്ക് സ്വന്തം റൂമിലുള്ള റൂംമേറ്റിനോട് പോലും സംസാരിക്കാനോ രാത്രി ഫുഡ് കഴിക്കാനുള്ള ഒരു 45 മിനിറ്റ് അല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ പോലും പറ്റില്ല. അതുപോലെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു സ്ട്രഗിൾ ആണ് ഹോസ്റ്റൽ ലൈഫ്. അപ്പോൾ അങ്ങനെ കോളേജ് ലൈഫിലും ഹോസ്റ്റൽ ലൈഫിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കളറുകളൊക്കെ ഇല്ലാന്നായി. അപ്പോൾ ഈ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ വേറെ ഏതോ ഭാഷ സംസാരിക്കുന്നത് എനിക്ക് തോന്നി. ഇവർ ഈസും വാസും ഒക്കെ പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ടു ഓഫ് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് ഇംഗ്ലീഷ് ആണെന്നറിയാം, ബാക്കി വാക്കുകൾ എനിക്ക് കേട്ട് പരിചയമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ശീലമാവുമെന്ന് വിചാരിച്ചു, നടക്കുന്നില്ല. 1 മാസം കഴിയുമ്പോൾ ശീലമാവുമെന്ന് വിചാരിച്ചു, നടക്കുന്നില്ല. 2 മാസമായി. സംഭവം ഞാനിങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. +2ന്റെ മാർക്ക് കണ്ട ആൾക്കാർ നിനക്ക് എന്നാ പേടിക്കാനുള്ളത്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പുറമേ നോക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിനെ ലോകത്തിൽ മറ്റെല്ലാത്തിനെയും കൂടുതലായിട്ട് വെറുക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് കോളേജ് മാറാൻ നോക്കി, കോഴ്സ് മാറാൻ നോക്കി, ആ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു. നമ്മളിങ്ങനെ ഒത്തിരി പൈസയൊക്കെ മുടക്കി കാസർഗോഡ് നിന്ന് കോട്ടയം വരെ വന്നിട്ട് ഈ വർഷം കോഴ്സ് നിർത്താന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാനിങ്ങനെ കർത്താവെ മരിക്കുവാണെങ്കിൽ ഇപ്പോൾ വല്ല അസുഖം വന്ന് അധികം വേദനയില്ലാതെ ഇപ്പോൾ തട്ടിപ്പോണേന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെ ഈ ഒരു സബ്ജക്റ്റ് കാരണം മടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുന്നു, ഇന്റേണൽ എക്സാം ഒക്കെ വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു വിറ ഇങ്ങനെ കയറാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഈ സബ്ജക്റ്റിനെ
വെറുത്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ കോളേജിൽ ചെന്ന സമയം തൊട്ട് തന്നെ ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ പാർട്ടാണ്. പ്രയർ ഗ്രൂപ്പുകളൊക്കെ പോകാറുണ്ട്. ബോയ്സ് കോളേജാണ് ഞങ്ങളത്. അപ്പം അവിടെ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫീലാണ്. കാരണം ചേട്ടന്മാരാണ് മുഴുവൻ, ചേട്ടന്മാരും പിന്നെ എൻ്റെ പ്രായത്തിലാണെങ്കിലും ഞങ്ങൾ മൊത്തത്തിൽ ബോയ്സ് ആണ്. കുറച്ച് ഗേൾസും ഉണ്ട് സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ആയിട്ട്, കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. എന്നാൽ പോലും മൊത്തത്തിലൊരു ബോയ്സ് ഗ്യാതറിങ്ങിൻ്റെതായ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ഒരു ഫ്രീഡം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പൊ ഈ ജീസസ് മൂവ്മെന്റിൽ വന്നേ പിന്നെയാണ് കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇങ്ങനെ പതിയെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ പള്ളിയിലൊക്കെ പോകും, കൊയറിലൊക്കെ ഉണ്ട്, സൺഡേ സ്കൂളിലൊക്കെ ഫസ്റ്റ് ആണ്. പുറമേ ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭക്തനാണ്, പക്ഷേ ഉള്ളിലൊന്നുമില്ല. അതായത് കർത്താവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഈ മൂവ്മെന്റ്സിൽ ഇങ്ങനെ വന്നതിന് ശേഷം പതിയെ കർത്താവ് അപ്പനാണ്. ഇതിങ്ങനെ നമ്മൾ ഇതിനു മുമ്പും ചെറുപ്പം തൊട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ദൈവം പിതാവാണെന്നാണ് നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് പിതാവെ എനിക്ക് ടൂർ പോകാൻ കാശ് തരുമെന്ന് ചോദിച്ചാൽ അറിയാം ഈ പിതാവ് എന്ന വാക്ക് എത്രത്തോളം എന്താ പറയണ്ടേ ഒരു ചളിയായിട്ട് അല്ലെങ്കിൽ ഒരു അത്രത്തോളം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് മാറുന്നൊരു കാര്യം. അപ്പം ശരിക്കും ദൈവം പിതാവാണ് എന്നൊരു ഇൻഫർമേഷൻ ദൈവം അപ്പനാണ് എന്നൊരു തിരിച്ചറിവായിട്ട് മാറിയത് ഈ സെന്റ് തോമസിൽ വന്നിട്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവ് വന്നതോടെ കാര്യങ്ങൾ മൊത്തത്തിലങ്ങ് മാറി പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിടന്നുറങ്ങി ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റത്തേക്കും എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. പതിയെ കാര്യങ്ങൾ ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരാൻ തുടങ്ങി. ഒന്നാമത്തെ ഒരു കാര്യം, പതിയെ ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ ഡെലിബറേറ്റ് ആയിട്ട് സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതെനിക്ക് എൻ്റെ ഭാഗത്ത് ഇടേണ്ടി വന്നൊരു എഫേർട്ടായിരുന്നു. ഞാനിങ്ങനെ പേഴ്സണൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവിനോട് പറയും, ഈശോയെ ഞാൻ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ സ്നേഹിക്കുന്നു, ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് ഈ ഒരു ക്യാമ്പസിൽ ഈ ഒരു കോഴ്സിൽ എനിക്ക് അഡ്മിഷൻ തന്നതിനോട് നന്ദി പറയും എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഡെലിബറേറ്റ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ ഇതിനോട് നന്ദി പറയാനൊക്കെ തുടങ്ങി. കോളേജിനെയും ഹോസ്റ്റലിനെയും സ്നേഹിക്കാൻ തുടങ്ങി. അതോടൊപ്പം വെറുതെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഈ ടെൻഷൻ അടിച്ചും പരാതിപ്പെട്ടുമാണ് കൂടുതൽ സമയം കളഞ്ഞത്. എൻ്റെ ഭാഗത്തൊരു എഫേർട്ട് ഇടാൻ ഞാൻ റെഡിയാകുന്നില്ല. എക്കണോമിക്സ് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇതുവരെ ഒരു ഫ്രണ്ടിനോട് പോയിട്ട് ഒരു ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് കൂളായിട്ടൊന്നിരുന്ന് വായിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. ഒറ്റ വായനയ്ക്ക് എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇത് കയ്യിൽ നിന്ന് പോയി എന്നൊരു കൂടുതലും പരാതിപ്പെടാനായിരുന്നു ഞാൻ ആദ്യ സമയങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, നമ്മള് പരാതിപ്പെടുന്ന ആ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യണ്ട, പരാതിപ്പെടുന്ന ആ ഒരു സമയത്ത് പുസ്തകം എടുത്ത് 2 തവണ വായിച്ചാൽ നമ്മുടെ ഭാഗത്ത് ഒരു കുഞ്ഞ് എഫേർട്ട് ആകുന്നു. ആ എഫേർട്ടിന് കർത്താവ് ഒരു വില തരുന്നു മനസ്സിലായി. പിന്നെ പതിയെ ആദ്യത്തെ എക്സാമുകളിലൊക്കെ നമുക്ക് ഭയങ്കര കുറച്ച് പാടൊക്കെ ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. അവസാനമായപ്പോഴത്തേക്കും എക്സാമിനോടുള്ള പേടി കുറയാൻ തുടങ്ങി. എക്കണോമിക്സ് എന്ന സബ്ജക്ട് പ്രിയപ്പെട്ടതാകാൻ തുടങ്ങി. അറ്റ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഏത് സബ്ജക്റ്റിനാണോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തത്, ഏത് സബ്ജക്റ്റാണോ എനിക്ക് ക്ലാസ്സിൽ പോലും ടോപ്പ് ആവാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചത്, ആ എക്കണോമിക്സിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 2500 മുകളിൽ ആൾക്കാർ എഴുതിയ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ശരിക്കും അപ്പൻ നമ്മുടെ ലൈഫിൽ ഇടപെടാൻ തുടങ്ങിയ, നമ്മുടെ ബലഹീനതകളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയ, ഏത് ലെവലിൽ മാറ്റിമറിക്കും എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് അന്നായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു എക്സാമിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്നുള്ളതാണ് എന്നല്ല, മറിച്ച് കർത്താവിന് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് യാതൊരു ലിമിറ്റും ഇല്ല എന്നുള്ളതാണ്. അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് അപ്പനാണ് എന്ന് തിരിച്ചറിയാണ്. ദൂരെ ഇരിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കുന്ന ഒരാള് അല്ലാതെ വേറെ ഏത് ലെവൽ ഓഫ് റിലേഷൻഷിപ്പിൽ നമ്മൾ എടുത്താലും ഈ അപ്പൻ എന്ന് വിളിക്കുന്ന അതിൻ്റെ ഒരു ലെവലിലേക്ക് വരത്തില്ല. ശരിക്കും അപ്പനും അല്ല പറയേണ്ടത്, നമ്മൾ എന്താണോ നമ്മുടെ സ്വന്തം ഫാദറിനെ വിളിക്കുന്നത്, പപ്പ, ഡാഡി, ചാച്ചൻ, അച്ഛൻ, അമ്മ, അമ്മ എന്താ, നമ്മുടെ അപ്പനെ, നമ്മുടെ പപ്പയെ, നമ്മുടെ ഡാഡിയെ എന്താണോ വിളിക്കുന്നത് അങ്ങനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഫ്രീഡത്തിൽ കർത്താവിനെ അടുത്ത് ഇടപെടാൻ തുടങ്ങി കഴിയുമ്പോഴാണ് കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു മാറ്റം വരാൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ ബലഹീനതകൾ നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന, നമ്മൾ ഒരു എക്സാം പാസ്സാകണം, ജസ്റ്റ് എക്സാം പാസ്സാകണമെന്നല്ല, മറിച്ച് നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ അപ്പനാണല്ലേ. അപ്പന്റെ സ്നേഹം നന്നായിട്ട് കിട്ടുന്നവർക്കറിയാം നമ്മളെക്കാൾ എത്രയോ മടങ്ങ് അപ്പൻ നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്പൻ നമ്മുടെ ഓരോ ബലഹീനതകളും തിരിച്ചറിയുന്ന അപ്പൻ എങ്ങനെയൊക്കെയാണ് അതിനെ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ 1983 എന്നൊരു മലയാള സിനിമ, എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ക്രിക്കറ്റ് ടീമായിട്ടുള്ള നിവിൻ പോളി നായകനായിട്ട് അഭിനയിച്ച സിനിമ. അപ്പൊ അതിലൊരു പാർട്ടുണ്ട്, അതായത് നിവിൻ പോളിയുടെ മകന് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ബോളിംഗ് മെഷീൻ ഉണ്ടാക്കണം. നമ്മളെല്ലാവരും കണ്ടൊരു സീനാണ്. അപ്പോൾ ഈ ഒരു മെഷീനിന് വേണ്ടി അന്ന് വരെ മര്യാദയ്ക്ക് പണിയെടുക്കാതെ നിവിൻ പോളി ക്യാരക്ടറുടെ പേര് ഞാൻ മറന്നു കേട്ടോ, കഷ്ടപ്പെട്ട് ഒരു ഹോൾ ഡേ അല്ലെങ്കിൽ ദിവസങ്ങളോളം പണിയെടുത്ത് ഒരു മെഷീനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അവസാനം അതിലെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു കൈ വെക്കേണ്ട എന്തോ ഒരു കേസ് കാരണം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുമ്പം
മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ജോയ് മാത്യു ചെയ്ത അപ്പൻ്റെ ക്യാരക്ടർ കടന്നു വരുന്നത്. അപ്പൻ്റെ ഒരു മാജിക്കൽ ഹാൻഡ് ഉണ്ട്. അതായത് ആ ഒരു മെഷീൻ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ബലഹീനതയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബലഹീനതയിലേക്ക് അപ്പം വന്ന് കൈ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതവിടെ സോൾവ് ആകുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആ ഒരു സീൻ ഇങ്ങനെയായിരുന്നെങ്കിൽ, അതായത് നിവിൻ പോളി നേരെ ജോയ് മാത്യുവിൻ്റെ അടുത്തത് അപ്പം കൊച്ചിന് ബോളിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ ആട്ടി ഇറക്കി വിടുന്ന ഒരു 5 ഡയലോഗ് നമ്മൾ ആ മൂവിയിൽ കണ്ടേനെ. മറിച്ച് നിവിൻ പോളിയുടെ എഫേർട്ടിലേക്ക് ആ എഫേർട്ട് കണ്ടിട്ട് സ്നേഹത്തോടെ അപ്പന് തോന്നുന്ന കൈ വെച്ചപ്പോൾ ഉണ്ടായ മാറ്റം ഭീകരമായിരുന്നു. നമ്മൾ ഈ ബീച്ചിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മണൽ കൊണ്ട് കൂടാരം ഉണ്ടാക്കുന്ന പിള്ളേരെ അപ്പനും അമ്മയും സൈഡിൽ നിന്ന് സഹായിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മുടെ അപ്പൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാലും അങ്ങോട്ട് ഒരു ലക്ഷ്യത്തിലെത്താത്ത അല്ലെങ്കിൽ അങ്ങ് ക്ലച്ച് പിടിക്കാത്ത ചില ബലഹീനതകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് സമയമില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമയം കൊണ്ട് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ നമുക്ക് നല്ലൊരു മെന്റർ ഇല്ല എന്നുള്ളതായിരിക്കും. ഈവൻ ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊന്ന് ഫ്രീഡത്തോടെ ചെന്ന് ചോദിക്കാൻ ഒരാളില്ല എന്നുള്ളതായിരിക്കാം. ചില സബ്ജക്റ്റുകൾ നമുക്ക് അപാരമായ വെറുപ്പുണ്ടെന്നുള്ളതായിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഈവൻ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതായിരിക്കാം. എനിവേ നമ്മുടെ ബലഹീനത എന്താണെങ്കിലും നമ്മൾ ചെയ്യാവുന്നിടത്തോളം ചെയ്ത് തളർന്നു കഴിയുമ്പോൾ ആ ഒരു ബലഹീനതയിലേക്ക് ഒരു മാജിക്കൽ ഹാൻഡുമായിട്ട് വന്ന് നമ്മുടെ എഫേർട്ടിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അപ്പനുണ്ടെന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തേതും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വാശി പോലെ കർത്താവ് നമ്മുടെ ഒരു എഫേർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ബൈബിളിലെ ഏത് അത്ഭുതങ്ങൾ എടുത്തു നോക്കിയാലും കർത്താവ് നമ്മുടെ ഒരു എഫേർട്ട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കടല് പിളർക്കുന്നതിന് മുമ്പ് മോശയോട് കർത്താവ് വടി നീട്ടാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് മോശയോട് ആ പാറയിൽ അടിക്കാൻ പറയുന്നുണ്ട്. മോശ പാറയിൽ അടിച്ചിട്ട് അല്ല വെള്ളം വരുന്നതെന്നും മോശ കൈ നീട്ടിയതിന്റെ ശക്തിക്കല്ല കടൽ മാറിയെന്ന് നമുക്കറിയാം. പക്ഷേ മോശയുടെ ഒരു എഫേർട്ട് കർത്താവോട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ 5000 പേർക്ക് കർത്താവിന് വേണമെങ്കിൽ ശൂന്യതയിൽ നിന്ന് അപ്പം എടുത്ത് കൊടുക്കാം. പക്ഷേ ആ ഒരു 5 അപ്പം കൊണ്ടുവന്ന ബാലനെ ഇതിന്റെ പാർട്ടാക്കാൻ കർത്താവ് എന്തോ ഒരു ഭയങ്കര സ്നേഹം നിറഞ്ഞൊരു വാശി അവിടെ കാണിക്കുന്നുണ്ട്. കർത്താവിന് വേണമെങ്കിൽ 6 കൽഭരണികളും സൃഷ്ടിച്ച് അതിൽ പുതിയതായിട്ട് വീഞ്ഞും നിറയ്ക്കാം. പക്ഷേ നമ്മുടെ മുറ്റത്തെ പൊടി പിടിച്ച കൽഭരണികളിൽ പച്ചവെള്ളം തന്നെ നിറയ്ക്കണമെന്ന് നമ്മുടെ എഫേർട്ട് അതിൽ ഉണ്ടാവണമെന്ന് കർത്താവ് എന്തോ ഒരു സ്നേഹത്തോടെ ഒരു വാശി ഇവിടെ കാണിക്കുന്നുണ്ട്. ലാസറിന്റെ കല്ലറയിലെ കല്ലെടുത്ത് മാറ്റിയില്ലെങ്കിലും കർത്താവിന് ലാസറിന് ഉയർത്തിയാൽ യാതൊരു തടസ്സമില്ല. പക്ഷെ എന്തോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ആ കല്ലൊന്ന് തള്ളി മാറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുറമേന്ന് വന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു തരാനല്ല, മറിച്ച് നമ്മളെ പേഴ്സണാലിറ്റിയും ആത്മാഭിമാനവും ഒക്കെയുള്ള മക്കളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകളെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പക്ഷേ ഈ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും അങ്ങനെ പോലും അല്ല. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പകുതി ചെയ്യുന്നു, ദൈവം ദൈവത്തിന്റെ പകുതി ചെയ്യുന്നു. ആക്ച്വലി അതല്ല. കർത്താവ് എപ്പോഴും കർത്താവിന്റെ കൃപകൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ കൃപകൾ സ്വീകരിക്കാൻ നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞ് എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് കൃപ ഇങ്ങനെ മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മഴവെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കൈക്കുമ്പിളെങ്കിലും ഒന്ന് നീട്ടണമെന്ന് പറയുന്ന പോലെ കർത്താവ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹം, ഈ കൃപ ഒന്ന് അനുഭവിക്കണമെങ്കിൽ, ഇത് ഒന്ന് മെറ്റീരിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അതായത് എനിക്ക് നമ്മുടെയൊക്കെ ലൈഫിലെ പലരുടെയും ലൈഫിലെ ഏറ്റവും ഒരു ദുരന്ത മൂമെന്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ രാത്രി ട്രെയിനിൽ ഉറങ്ങാൻ കുറേ സമയമുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ആമസോൺ പ്രൈമിൽ ഓഫ്ലൈനായിട്ട് ദൃശ്യം 2 ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ട്രെയിനിൽ ഇരുന്നത് കാണാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം യാത്ര പുറപ്പെടുന്നതിന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ ഫോൺ കുത്തിയിട്ട് ബാക്കി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കൂടെ കറങ്ങി നടന്ന് ഇറങ്ങാൻ നേരത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ആ ഒരു ദിൽവാരിയ കുച്ചിനേതി ആ മൊമെന്റ്. അതായത് സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ട്രെയിൻ വരുന്നത് വരെയുള്ള സമയം, എന്നാലും ഈ കറണ്ടിന് എൻ്റെ ഫോണിലോട്ട് വന്ന് കയറത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് കറണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം സ്വിച്ച് ഓൺ ആക്കുക എന്ന എൻ്റെ ഒരു കുഞ്ഞ് എഫേർട്ട് ഇല്ലാതെ അവിടെ ആ ഫോണിലേക്ക് കറണ്ട് കയറില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് അല്ലേ. നമുക്കറിയാം കറണ്ട് എപ്പോഴും അവിടെ ആക്റ്റീവാണ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കറണ്ട് വരും. അല്ലാതെ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് ബാഗ് എടുത്ത് ടൈം കിട്ടി അവൻ ഓൺ ആക്കിയതല്ലേ എന്നാൽ പോയേക്കാണെന്ന് വെച്ചാൽ അല്ല കറണ്ട് വരുന്നത്. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന കറണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു എഫേർട്ടാണ്. അല്ലാതെ എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ കറണ്ടിന് വന്ന് കയറത്തില്ലായിരുന്നു എന്ന് നമ്മൾ സൂക്ഷിച്ച കാര്യമില്ല. അപ്പോൾ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മളൊന്നും പഠിക്കാതെ, നമ്മൾ പുസ്തകം പോലും കാണാതെ നമ്മളെ ഒരു പരീക്ഷയിൽ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു കുഞ്ഞ് എഫേർട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. റൈറ്റ്. നമ്മൾ ഇടുന്ന എഫേർട്ട് 0.001 ആണെങ്കിലും
കർത്താവ് അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 100 ആക്കി തരും. പക്ഷേ നമ്മുടെ എഫേർട്ട് 0 ആണെന്നുണ്ടെങ്കിൽ കർത്താവ്, ഞാൻ പറഞ്ഞ കണക്ക് തെറ്റും എനിക്ക് ശരി ഡൗട്ട് ഉണ്ട്, ക്ഷമിക്കട്ടെ, ഞാൻ കണക്കിൽ കുറച്ച് പറയില്ല. എനിവേ, നമ്മുടെ എഫേർട്ട് 0 ആണെങ്കിൽ കർത്താവ് അതിനെ 1 ലക്ഷം കൊണ്ടല്ല 1 കോടി കൊണ്ടല്ല എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കർത്താവിന് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ എഫേർട്ട് എന്നുള്ളത് കർത്താവിന് ഒരു വാശിയാണ്. അപ്പം എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും എത്ര ബലഹീനതകളുള്ളതാണെങ്കിലും നമ്മുടെ ഒരു കുഞ്ഞ് എഫേർട്ട് അത് ഒരു പ്രോബ്ലം ചെയ്തു നോക്കുന്നതാകാം, ഒരു പോർഷൻ എടുത്ത് വെറുതെ വായിച്ചു നോക്കുന്നതാകാം, ഒന്ന് റിവിഷൻ ചെയ്യുന്നതാകാം, ഒരു കൂട്ടുകാരൻ്റെ കൂടെ നിന്ന് പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതാവാം. നമ്മുടെ ഒരു കുഞ്ഞ് എഫേർട്ട് എക്സാമിന് വേണ്ടി നമ്മൾ ഏത് കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത് അതിനു വേണ്ടി ഇടുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അത്ര ചെറിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും എക്സാം നടക്കാൻ ഒരാഴ്ചയും കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ. പലപ്പോഴും നമുക്ക് ബോധോദയം ഉണ്ടാകുന്നത് വളരെ വൈകിയായിരിക്കും. പക്ഷെ കർത്താവിന് ലേറ്റ് ആകുക എന്നൊരു കാര്യമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് 6 മാസം മുമ്പ് കർത്താവിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയാലും അയ്യോ കർത്താവെ പഠിച്ചു തുടങ്ങിയില്ലോ എന്നൊരു ബോധം നമുക്ക് ഒരാഴ്ച മുമ്പാണ് വരുന്നതെങ്കിലും കർത്താവിനത് ഒരുപോലെയാണ്. അതായത് എപ്പോൾ തൊട്ടാണോ നമ്മൾ കർത്താവിലേക്ക് തിരിയുന്നത് ആ മൊമെന്റ് തൊട്ട് കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ കർത്താവിന് പറ്റും. അതുകൊണ്ട് പരീക്ഷ എന്ന പിന്നെ ഇന്നു മുതൽ കർത്താവിൻ്റെ കൂടെ ഞാൻ പഠിക്കാം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് അയ്യോ ഇനി ലേറ്റ് ആയല്ലോ, ഇത്രയും കാലം ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ, ഇങ്ങനെയുള്ള പരാതികളോ പരിഭവങ്ങളോ സ്വയം കുറ്റപ്പെടുത്തലോ ഒന്നുമില്ലാതെ നമുക്ക് ഇനിയുള്ള സമയം അത് എത്ര ചെറിയ സമയമാണെന്ന് നമുക്ക് തോന്നിയാലും ആ സമയം കർത്താവിൻ്റെ കൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം 11 മണിക്കൂർ മണിക്കൂറിൽ വന്ന് 11 മണിക്കൂർ ജോലി ചെയ്ത ആൾക്കും 11 മണിക്കൂറിൽ വന്ന് 1 മണിക്കൂർ ജോലി ചെയ്ത ആൾക്കും ഒരുപോലെ കൊടുത്ത കർത്താവ് നമ്മളത്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയെങ്കിൽ കർത്താവിനോട് ചെറുതായിട്ടൊരു സോറി ഒക്കെ പറഞ്ഞ് കർത്താവെ ഒന്ന് സോപ്പിട്ട് കർത്താവെ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങും. ഉറപ്പായിട്ടും നമ്മുടെ എഫേർട്ടുകളെ കർത്താവ് വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റും. ഈശോയുടെ കൂടെ പഠിക്കുക, പരിശുദ്ധാത്മാവിനെ കൂടെ വിളിച്ച് പഠിക്കുക, നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുക. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, സാധാരണ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ ഈഗറായിട്ട് അന്വേഷിക്കുകയും മാർക്ക് ചോദിക്കുകയും മാർക്ക് കുറയുമ്പം ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ പപ്പയാണെങ്കിലും പരീക്ഷകൾ ഞാൻ ടെൻഷൻ അടിക്കുന്ന ചില രാത്രികളുണ്ട്. അതിപ്പോൾ എങ്ങനെയായാലും ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വായിച്ച് ഒന്നും മനസ്സിലാകാതെ പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന ശീലമായിരുന്നല്ലോ നമുക്ക് പണ്ടുപോലെ. ചില രാത്രികളിൽ ഞാനിങ്ങനെ ഒന്നും മനസ്സിലായിട്ട് കരയൊക്കെ ചെയ്യും. കരഞ്ഞിട്ട് കണ്ണൊക്കെ ദിവസം നമ്മൾ നോർമലായിട്ടിരിക്കും. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാതെ കിടക്കുമോ അല്ലെങ്കിൽ പഠിക്കുന്ന ഇടയ്ക്ക് ഉറങ്ങിപ്പോവോ ഇങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാ ദിവസവും രാത്രിയിൽ വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് പപ്പയാണെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രഗിളായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്യും, കുറേ ഒന്നും മനസ്സിലാകാതെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് മൊത്തം പ്രതീക്ഷയൊക്കെ പോയിരിക്കുന്ന സമയങ്ങളുണ്ടാവും. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മമ്മി ഇങ്ങനെ അടുത്ത് വന്ന് 5 മിനിറ്റ് വെറുതെ വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് മുമ്പ് കരയുമായിരുന്നു എന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ അമ്മയുടെ സാന്നിധ്യം ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഏറ്റവും ഹെൽപ്ലെസ് ആകുന്ന സമയങ്ങളിൽ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം ഇങ്ങനെ കാര്യമായിട്ട് ചോദിക്കുക നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ഈശോയിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക. ചൈൽഡിഷ് ആകുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് അധികം ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചൊന്നും ഭീകരമായിട്ട് ചിന്തിക്കില്ല. നമ്മൾ കർത്താവുള്ള ഒരു കോൺഫിഡൻസിൽ ധൈര്യമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും. രണ്ടാമത്തെ ഒരു കാര്യം കുറേയും കൂടെ സ്നേഹത്തോടെ നമ്മൾ പരീക്ഷ എന്ന പ്രശ്നത്തെക്കാൾ കൂടുതൽ ഈ പരീക്ഷയ്ക്ക് കൈപിടിച്ച് നമ്മുടെ സൈഡിൽ കൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വരുന്ന കർത്താവിനെ നമ്മൾ കാണും. അപ്പം കുറേയും കൂടി ചൈൽഡിഷ് ആയിട്ട് കുറേയും കൂടി നിഷ്കളങ്കമായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവർക്കും എല്ലാ വിദ്യാശംസകളും നേരുന്നു. പരീക്ഷയല്ല നമ്മുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ള ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരുന്നുള്ളതാണ്. അതിൽ നമ്മളെക്കാൾ നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകിട്ടുന്ന ഒരപ്പനാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം ചിന്തിക്കുക. ആ അപ്പൻ്റെ കൈപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ച് നമുക്ക് പരീക്ഷയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിജയം നേടാം. ആമേൻ. പ്രൈസ് ഗോഡ്. കൂടെ നടക്കാൻ ഒരപ്പൻ ഉണ്ടാവുക എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം അല്ലേ. സച്ചിൻ ചേട്ടൻ്റെ ആ ലൈഫ് എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലേ. സോ താങ്ക് യു സോ മച്ച് സച്ചിൻ ചേട്ടാ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് അത് എന്തുമാത്രം വാല്യുബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ.
നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിന് കർത്താവ് എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്പൻ്റെ കൂടെ ചെയ്യാമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച ബോധ്യത്തിൽ, ഉറച്ച തീരുമാനത്തിൽ നമുക്കായിരിക്കാം. സോ ഇനിയുള്ളൊരു ടൈം ലെറ്റ്സ് സിറ്റ് സൈലൻ്റ്ലി. നമുക്ക് നമ്മുടെ അപ്പൻ്റെ കൂടെ കുറച്ച് മൊമെൻറ്റ്സ് ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇറ്റ്സ് ടൈം ഫോർ പ്രൈസ് ആൻഡ് വർഷിപ്പ്. Our God is an awesome God. He reigns from heaven above and wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above and wisdom, power, and love. Our God is an awesome God. When he wasn't slaves, he just put on a red. Our God is an awesome God. There is thunder with his fist and lightning in his fits. Our God is an awesome God. And the Lord, he wasn't joking when he kicked him out of Eden. It wasn't for no reason that he shed his blood. Your time is very soon, so you better be believing that our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. When the sky was dark as in the void of the night, our God is an awesome God. As we came to the darkness and created no light, our God is an awesome God. In judgment right, he poured out and saw mercy and grace he gave us at the cross. I hope that we have not too quickly forgotten that our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. So our God is an awesome God. Our God is an awesome God. യെസ്, ഹി ഈസ് ദ ഓസം ഗാഡ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാം സൃഷ്ടിച്ചവൻ. അതിനേക്കാളും പെർഹാപ്സ് ബ്യൂട്ടിഫുള്ളായ കാര്യം അവൻ നമ്മുടെ അപ്പനാണ് എന്ന സത്യമാണ്. മൈ ഫ്രണ്ട്സ്, ഇനിയുള്ള കുറച്ച് സമയം നമ്മുടെ എല്ലാമായ അപ്പൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നമ്മൾ വിപിൻ ചേട്ടൻ്റെ സെഷൻ കേട്ടു, എങ്ങനെ എക്സാം ഫിയേഴ്സ് ഡീൽ ചെയ്യണമെന്ന്. ചിലപ്പോൾ ഒരുപാട് മുറിവുകൾ കുഞ്ഞുനാളിൽ ഉണ്ടായതായിരിക്കാം ഈ ഫിയറിൻ്റെ കാരണം. എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്ത അവസ്ഥ, ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സ്കോൾഡിങ്സ്, ക്ലാസ്മേറ്റ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ കളിയാക്കൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. എൻ്റെ ഈശോയെ, ഈ ഒരു സമയം ഇവയെല്ലാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ എന്നീ നിമിഷങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. So my dear friends, let's sit silently for few moments and allow His grace to heal us. കാരണം അവൻ്റെ സ്പർശനത്തിന് സുഖപ്പെടുത്താനാകാത്ത ഒരു മുറിവുകളും നമുക്കില്ലല്ലോ. ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ഓരോന്നും നമ്മുടെ കുഞ്ഞുനാളിൽ തൊട്ട് നമ്മൾ ഫേസ് ചെയ്തിരുന്ന, സ്റ്റഡീസിൽ ഫേസ് ചെയ്തിരുന്ന, നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു നിമിഷങ്ങൾ ഏറ്റവും സൈലൻ്റായിട്ട്, ഏറ്റവും പീസ്ഫുള്ളായിട്ട് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം.
താങ്ക് യു സോ മച്ച് ഡി ജീസസ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് സുഖപ്പെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. ഇനിയുള്ള സമയങ്ങൾ ഞങ്ങൾ ഓർക്കുവാണ് സച്ചിൻ ചേട്ടൻ്റെ കഥ. ചേട്ടൻ്റെ എല്ലാ തോൽവികളുടെ ഇടയിലും അത്രമേൽ ഉയർത്തിയ അപ്പൻ്റെ കഥ. ദൈവമേ, ഈ നിമിഷം മുതൽ ഞങ്ങളങ്ങേ സ്വന്തം അപ്പനായി സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം അനുഭവിക്കാൻ വേണ്ട കൃപ, അല്ലെങ്കിൽ ആ ഒരു തുറവി ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പഠിപ്പിച്ച ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. ആ പ്രാർത്ഥനയിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരിയും അത് തന്നെയായിരിക്കും ഫസ്റ്റ് ലൈൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. സോ as we conclude this prayer, ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും അങ്ങേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ്. ബിക്കോസ് യു ആർ മൈ സ്ട്രെങ്ത് when I am weak. You are the treasure that I seek. You're my strength when I am weak. You are the treasure that I seek. You're my all in all. And seeking you as a precious gem, Lord, to give up I'll be full. You're my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Taking my sin, my cross, my shame, rising again, I'll bless your name. You're my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You're my all in all. Jesus, Lamb of God, worthy is your name. 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 Worthy is your name. Worthy is your പ്രൈസ് ഗാഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മുടെ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാനും ആ ഒരു കൃപയൊക്കെ നമ്മളെ ലൈഫിലേക്ക് ഇറങ്ങി വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലേ. സോ ലെറ്റ്സ് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. സോ ഇന്നത്തേക്ക് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ സർപ്രൈസസ്. മച്ച് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് ബൈ.